പാട്ടിട്, എനിക്ക് മുട്ട വേദിക്കുന്നു. ഒരു മിനിറ്റ്. റെഡി അല്ലേ? റെഡി. അടിപൊളി. അപ്പുറത്ത് ഇനി ചാടിത്തോളൂ. അടിപൊളി, സൂപ്പർ. ചാടി റൗണ്ട്. കറങ്ങി. ചാടി. വയ്യ നിർത്തിയത്, എന്റെ കൈയും കാലും കരയ്ക്കുന്നു. ഞാനൊന്ന് ഇരിക്കട്ടെ. അയ്യോ അയ്യേ. അടിപൊളി, സൂപ്പർ. ഇതുപോലെ അരങ്ങേറ്റത്തിന് കളിച്ച ഭയങ്കര കൈയടിയായിരിക്കും. ശരിക്കും? പിന്നെ നന്നായിട്ടുണ്ട്. അടിപൊളി. അരങ്ങേറ്റത്തിന് മുമ്പ് അവരെന്റെ പ്രകടനം കണ്ട്. ബൈ ദ ബൈ, എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? സൂപ്പർ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. അല്ല മാം, എത്ര കൊല്ലമായിട്ട് മാം നൃത്തം അഭ്യസിക്കുന്നു? ആക്ച്വലി ഞാൻ ഈ കുഞ്ഞിന്റെ പ്രായമുള്ള സമയമുള്ള എൻ്റെ മനസ്സിൽ ഡാൻസ് ഉണ്ട്. പക്ഷെ ഒരു ഗുരുവിൻ്റെ അണ്ടറിൽ ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം 4 വർഷം ആവുന്നു. പക്ഷെ ആദ്യത്തെ 1 വർഷം കഴിഞ്ഞപ്പോഴേ ഞാനങ്ങ് അരങ്ങേറട്ടെ എന്ന് ഗുരുവിനോട് ചോദിച്ചു. പക്ഷെ ഗുരു സമ്മതിച്ചില്ല. നല്ല ഗുരു. പിന്നെ ഇപ്പം ഞാൻ ഗുരുവിൻ്റെ വീട്ടിൽ കയറി വെട്ടുമെന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പം എന്നെ അരങ്ങേറാൻ വേണ്ടി വിട്ടത്. അയ്യോ മോളൂസേ, ഞാൻ ഒരു കാര്യം പറഞ്ഞുപോയി. ജ്യൂസ് കുടിക്കേണ്ട ടൈം ആയില്ലേ? അയ്യോ, ജ്യൂസ് ഞങ്ങൾ റെഡി ആക്കിയിട്ടില്ല. നിങ്ങൾ റെഡിയാക്കണ്ട, ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ കൊണ്ടാട്ടെ മോളൂസേ. നോട്ടി ബോയ്. ഞാനേ ഒരു കാര്യം ചെയ്യട്ടെ, എൻ്റെ അരങ്ങേറ്റം കാണാൻ നിങ്ങളൊക്കെ വരുമോ? അയ്യോ ഞങ്ങൾ വരുമല്ലോ എന്നറിയാം. ആടാ, ഈ സത്യസന്ധമായിട്ടൊരു കാര്യം പറയാവോ? എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പ്രകടനം? സൂപ്പർ ആയിരുന്നു. ശരിക്കും? എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതാ. അല്ല മാം, ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. ശരിക്കും മാമിന്റെ പേര് മയൂര സുബ്രഹ്മണ്യൻ തന്നെയാണോ? എന്താ സംശയം? മയൂര സുബ്രഹ്മണ്യൻ നല്ല പേരല്ലേ? ശരിക്കും അത് തന്നെയാണോ പേര്? അങ്ങനൊക്കെ ചോദിച്ചാ ശരിക്കും എൻ്റെ പേര് അങ്ങനല്ല. ശരിക്കുള്ള പേര് സരളയെന്ന. ഇനി ഈ മയൂര സുബ്രഹ്മണ്യം മഹാലക്ഷ്മി അങ്ങനെയൊക്കെ ഇടുമ്പോഴല്ലേ ഡാൻസുകാരൊക്കെ ഫേമസ് ആവത്തില്ലയോ? അപ്പം അതുപോലെ എൻ്റെ പേരൊന്ന് മാറ്റിയാൽ ഞാനും ഡാൻസിൽ അങ്ങ് ഫേമസ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് മാറ്റിയതാണ്. നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കിയേ, ഒരു സ്റ്റേജിലേക്ക് എന്നെ അനൗൺസ് ചെയ്യുക, സരളാ ഗോപൻ എന്ന് പറഞ്ഞാൽ എന്തോ പോലെ ഇരിക്കുന്നില്ലേ? അതേസമയം മയൂര സുബ്രഹ്മണ്യൻ എന്ന് പറയുമ്പോൾ ഞാനല്ല, വേറെ ആരോ വരുന്ന പോലെ ഒരു ഫീല് വരത്തില്ലേ? അതാണ്. എങ്ങനെയുണ്ട് എന്റെ സെലക്ഷൻ? അയ്യോ വന്നല്ലോ. എനിക്കിപ്പോ വേണ്ട. ഇങ്ങനെ അങ്ങ് നിർബന്ധിക്കുവോ? അങ്ങ് ഞാനാണെങ്കി അങ്ങ് ഡയറ്റാ. അയ്യോ മാം, ഡയറ്റിലാണോ? ഡയറ്റിലാണെങ്കിൽ നല്ല പ്രോട്ടീനുള്ള ഫുഡൊക്കെ കഴിക്കണം, ഇല്ലെങ്കിൽ ആരോഗ്യം കിട്ടത്തില്ല ഡാൻസ് കളിക്കാൻ. ശരിക്കും? ഇതിൽ പ്രോട്ടീൻ ഒക്കെ ഉണ്ടോ? പ്രോട്ടീൻ ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. മോളൂസ് കുടിച്ചോ? മാഡം പറയുന്നുണ്ടെന്ന് തോന്നരുതേ. അയ്യോ, ഇതിവിടെ കുടിക്കാൻ പാടില്ലേ? അതല്ല, കുടിച്ചോ. ഞാന് ലച്ചൂസ് ഭരതനാട്യം കളിക്കുന്നതും അമ്മായി ഭരതനാട്യം കളിക്കുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ അല്ല, എന്റെ അത്രയും അവർ നന്നായിട്ട് കളിക്കുന്നില്ല എന്നാണോ കുട്ടി ഉദ്ദേശിച്ചത്? അങ്ങനെയാണെങ്കിൽ 2 ദിവസം എന്റെ കൂടെ നിർത്ത്, ഞാനവരെ പഠിപ്പിച്ചു കൊടുക്കാം. അത് പിന്നെ അമ്മായി, ഞാൻ ചോദിക്കാൻ വന്നതേ, ഈ ഭരതനാട്യത്തിന്റെ ഉത്ഭവം തമിഴ്നാട്ടിൽ നിന്നല്ലേ? അതെ. അതുപോലെ ഭരതനാട്യം കളിക്കുമ്പോ ഈ എക്സ്പ്രഷനൊക്കെ ഭയങ്കര പ്രാധാന്യമുണ്ടല്ലേ? അതെ. ഭാവം, താളം, രാഗം, സംഗീതം എല്ലാം കൂടെ ചേരുമ്പോഴാണ് ഭരതനാട്യം ഉണ്ടാവുന്നത്. അയിനോ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഭരതമുനി ഇപ്പൊ എവിടെ ഉണ്ട്? തമിഴ്നാട്ടിലുണ്ടോ അതോ കേരളത്തിലാണോ? അല്ല, എനിക്ക് ഗോപേട്ടാ പോകുന്ന വഴിക്ക് കേരളത്തിലുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി 2 സ്റ്റെപ്പെങ്കിലും എനിക്ക് പഠിക്കണം കേട്ടോ. ഉറപ്പായിട്ടും മോളൂസിനെക്കൊണ്ടു. പിന്നെ ആരുമില്ല എന്നെ തോന്നിക്കാൻ. ഞാനൊരു കലക്കും. ഇങ്ങനെയാണെങ്കിൽ കലക്കും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? കുട്ടികൾക്കൊക്കെ സംശയ. മാം, ഈ ഡാൻസ് കളിക്കുമ്പോഴേ കുറച്ച് ചിരിച്ചിട്ടൊക്കെ ഡാൻസ് കളിച്ചൂടെ? ഇത് ഫുൾ ടൈം ദേഷ്യമാണല്ലോ. മോളൂസിന് ചിരി വന്നാലുണ്ടല്ലോ, ചിരി നിർത്താൻ പറ്റൂല. പക്ഷെ ദേഷ്യം വന്നാലുണ്ടല്ലോ, പട്ടി കടിക്കാൻ പറ്റുന്ന പോലെയാ.
ഞാൻ ചുമ്മാ എന്റെ സംശയം ഇങ്ങനെ പറഞ്ഞു. അത് കുട്ടിക്ക് സംശയം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുഖത്തെ ഭാവം കണ്ടിട്ടല്ലേ. അത് ഞാനിപ്പോൾ കളിച്ച താണ്ഡവമാണ്. താണ്ഡവമാണ് ഇപ്പൊ കളിച്ചത്. താണ്ഡവത്തിൽ വിത്ത് കോസ്റ്റ്യൂമും പ്രോപ്പർട്ടിയും കൂടെ, ഈ ശൂലമൊക്കെ ഇല്ലേ, പ്രോപ്പർട്ടിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഞെട്ടിപ്പോയേന്. അതുപോലുള്ള പ്രകടനം എൻ്റെ. ഞാൻ തന്നെ ഞെട്ടിയിട്ടുണ്ട് പല വട്ടും. മോളൂസ് ജ്യൂസ് കുടിക്കും. சிது உனக்கு மீன் குழம்பு வேணுமா மீன் பொரிச்சது வேணுமா? മീനേതാ? சாலை இந்த பாரு ரொம்ப ஃப்ரெஷ்ஷான சாலை கிடைச்சது. എന്താന്നാ പറഞ്ഞേ? நல்ல ஃப்ரெஷ் சாலை கிடைச்சது. ഇവിടെ എന്തിനാ മീൻ കയറ്റത്? ഞാൻ വെജിറ്റേറിയൻ ആണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? പിന്നെ എന്തിനാ ഇവിടെ മീൻ കയറ്റത്? நீங்க தானே வெஜிடேரியன், நாங்க எல்லாம் நான் வெஜிடேரியன். நீங்க சாப்பிட வேண்டாம். അല്ലല്ല, അങ്ങനെ പറ്റത്തില്ല. ഞാനും ഭയങ്കര ഉഗ്ര വ്രതത്തിലാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ഞാൻ വ്രതം എടുത്തിരിക്കുമ്പോ നിങ്ങൾ ഈ മീൻ കയറ്റത് തെറ്റായി പോയില്ലേ? അല്ല മാം അല്ലേ വ്രതമുള്ളൂ, ഞങ്ങൾക്ക് വ്രതമില്ലല്ലോ. അല്ല അങ്ങനല്ലേ, നിങ്ങൾ ഈ മീൻകറി ഇവിടെ വെച്ചാ എന്റെ വ്രതം മുറി. അതെങ്ങനെ മുറിയും? അതായത് മീൻ കറി വെച്ചാലും വറുത്താലും അതിന്റെ മണം അടിച്ച് കഴിഞ്ഞാൽ എന്റെ മോളൂസിന് കൊതി വരും. കൊതി വന്നാൽ പിന്നെ ചട്ടിയോടെ എടുത്ത് വിഴുങ്ങും. അല്ല അങ്ങനെ കൊതി വന്നിട്ടൊന്നും അല്ല, അങ്ങനെ എനിക്ക് കഴിക്കേണ്ടിട്ടും അല്ല. ഒരാൾ വ്രതത്തിലിരിക്കുമ്പോ ബാക്കി എല്ലാവരും മീൻ കഴിക്കാൻ. നിങ്ങൾ ആദ്യമേ പറഞ്ഞതാ ഇവിടെ വെജിറ്റേറിയൻ മാത്രം ഉണ്ടാക്കത്തുള്ളൂ. പിന്നെ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാട്ടോ. അല്ല വെജിറ്റേറിയൻ ഉദ്ദേശിച്ചത് മാമിന് വെജ് ഫുഡാണ്, പക്ഷെ നമുക്ക് ഞാനിവിടെ വന്നപ്പോ ആദ്യമേ പറഞ്ഞത് എനിക്ക് വെജിറ്റേറിയൻ വേണമെന്ന്. അപ്പൊ നിങ്ങളത് സമ്മതിച്ചിട്ടാണ് ഞാനിവിടെ നിന്നത്. നിങ്ങൾക്കറിയാലോ. എന്നിട്ട് നിങ്ങൾ വീണ്ടും ഇവിടെ നോൺ വെജ് ഉണ്ടാക്കാൻ വല്ല ഭാവം ഉണ്ടെങ്കിൽ ഞാനിത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് വൈറലാക്കും. അയ്യോ ഞങ്ങൾക്ക് വെജ് മതി. മതിയല്ലോ. ആ ഗോപേട്ട എന്റെ കാല് കഴിക്കുന്നു. എന്നെ പറ്റിച്ച് മീൻകറി ഉണ്ടാക്കിയെങ്ങാണ് തിന്ന് എൻ്റെ വ്രതം മുടക്കിയാല് അറിയാലോ. മുമ്പേ ഗോപേട്ടൻ പറഞ്ഞ കേട്ടല്ലോ, പട്ടിയുടെ ശൗര്യം എനിക്ക് കടിച്ച് കീറും ഞാൻ. ഇത് ഫ്രഷ് മീനൊന്നും അല്ല, അമോണിയ ഇട്ടതാ. ഇങ്ങനെയുള്ള ആൾക്കാരെ വരുന്നെങ്കിൽ ഹോം സ്റ്റേ പ്രശ്നമാവുമല്ലോ.